ലൈഫ് ലെസൺസ് ബൈ ശ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ദിവസമായി അടുപ്പിച്ച് 2 മരണങ്ങൾ കേൾക്കുകയുണ്ടായി. ഷാർജ റോലയിൽ 2 മലയാളി പെൺകുട്ടികൾ നിർഭാഗ്യവശത്താൽ ആത്മഹത്യ ചെയ്ത ന്യൂസ് എല്ലാം നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോയിൽ അവർ ആത്മഹത്യ ചെയ്തതോ അതിനു കൊണ്ടുണ്ടായ സാഹചര്യമോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മൾ UAE-യിലാണെങ്കിൽ നമുക്ക് എത്രത്തോളം നാട്ടിലേക്കാളും പവർഫുള്ളാണ് ഇവിടുത്തെ പോലീസ് അല്ലെ ഇവിടുത്തെ നിയമം എന്ന് ഒരു ബോധവൽക്കരണത്തിന് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒരു ഉദ്ദേശമൊന്നുമില്ല. അവർ എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു, അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം നാളെ നിങ്ങൾക്കോ അല്ലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ അല്ലെ നിങ്ങളുടെ പെങ്ങൾക്കോ അല്ലെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അല്ലെ നിങ്ങൾ സുഹൃത്തെന്നോ അല്ലെ ബന്ധു എന്ന രീതിയിലോ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അവരെ സഹായിക്കാമെന്നുള്ള UAE-യിൽ നിന്നുകൊണ്ടോ അല്ലെ UAE-ക്ക് വെളിയിൽ നിന്നുകൊണ്ടോ നിങ്ങൾക്ക് എങ്ങനെ അവരെ സഹായിക്കാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ UAE-യിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ പ്രശ്നങ്ങളിലൂടെ നേരിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ദുബായ് ലോ UAE ലോ വളരെ ശക്തമായ നിയമമാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഷ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മലയാളി അസോസിയേഷൻസിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇതിന് പ്രോപ്പറായിട്ട് സൊല്യൂഷൻ ഇവിടെ ഒരുപാട് മലയാളി അസോസിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മലയാളി അസോസിയേഷനുള്ള നിങ്ങൾ മലയാളം സംസാരിക്കുന്ന ഒരാളല്ലെങ്കിൽ അതത് കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് അസോസിയേഷൻ ഉണ്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് മലയാളി അസോസിയേഷനിലും ആരെയും അറിയത്തില്ല, എവിടെയും പോകാൻ കഴിയത്തില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പാസ്പോർട്ടുമായി നിങ്ങളെ ഇന്ത്യൻ എംബസിയെ സമീപിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയൊരു പ്രശ്നം നേരിടുന്നു, ഇത് ജോലി സ്ഥലത്തായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇതേപോലെ മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ വേറെയുള്ള രീതിയിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയെ വിത്ത് പാസ്പോർട്ട് പോയി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു കാര്യത്തിലും നിങ്ങൾ ആണാവട്ടെ അല്ലെങ്കിൽ പെണ്ണാവട്ടെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളാവട്ടെ നിങ്ങൾക്ക് ഒരു കാര്യം കൊണ്ടും പേടിക്കാതെ നമ്മളെ ഇന്ത്യൻ എംബസിയിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റേസ് ചെയ്യാവുന്നതാണ്. മറിച്ച് നിങ്ങൾക്കൊരു ക്വിക്ക് റിസൊല്യൂഷനാണ് വേണ്ടെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ദുബായ് പോലീസോ അല്ലെങ്കിൽ ഷാർജയോ UAE-യിലുള്ള ഏത് എമിറേറ്റിലായാലും പോലീസ് വളരെ ശക്തമാണ്. ഒരു വിളിപ്പുറത്തെത്തുന്ന പോലീസാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ അതിനുള്ള ട്രാൻസ്ലേറ്റേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോപ്പർ രീതിയിൽ അവർ നിങ്ങളെ എംബസിയെ കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പ്രശ്നപരിഹാരം ചെയ്യുന്നതാണ്. ഞാൻ പറയാൻ വന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദമെല്ലാം മനസ്സിൽ ഒതുക്കി കഴിയുന്ന ഒരാളാണെങ്കിൽ ഈ UAE-യിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. ഇന്ത്യൻ എംബസിയിൽ പോവാം, അല്ലെങ്കിൽ മലയാളി അസോസിയേഷനിൽ സമീപിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോനോ ഇൻഫോം ചെയ്തിട്ട് പോലീസിൽ ബന്ധപ്പെടാം. ഇങ്ങനെ പല ഓപ്ഷനും ഉള്ളപ്പോൾ ദയവ് ചെയ്ത് ആത്മഹത്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു പ്രശ്നം നേരിടുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയണമെങ്കിൽ ഇങ്ങനെയൊരു ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷനല്ല. അതൊരു ക്വിക്ക് സൊല്യൂഷനാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ നഷ്ടം ആർക്കാണ്? നമുക്ക് മാത്രമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ പലവർക്കും നഷ്ടമാണെന്ന്. അതൊരു വാസ്തവമേ അല്ല. നമ്മളില്ലാതിരുന്ന് കഴിഞ്ഞാൽ ആ നഷ്ടം എന്നേക്കുമായി നമുക്ക് മാത്രമാണ്. ഇതാണ് വേഗത്തിൽ പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ആരെങ്കിലും ഇതേപോലത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അവർ വളരെ യൂസ്ഫുള്ളായിരിക്കും. നമ്മളിപ്പോൾ നെറ്റിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇന്ത്യൻ അസോസിയേഷൻ ആയാലും അല്ലെങ്കിൽ ഇന്ത്യൻ എംബസീൻ്റെ കോൺടാക്റ്റ് ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിൻ്റെ നമ്പർ ആയാലും ഒരു ഗൂഗിൾ സെർച്ചിൻ്റെ പുറത്ത് എല്ലാവരുടെയും നമ്പർ നമ്മളെ കൈപ്പുറത്തുണ്ട്. അപ്പോൾ ഒരു വിധത്തിലും ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് ആരും പോകാതിരിക്കുക.
പുരുഷന്മാരായിക്കോട്ടെ, അല്ലെ സ്ത്രീകളായിക്കോട്ടെ, അല്ലെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമല്ല ഒന്നിനും. അത് ശരിക്കും നമ്മളെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. എന്നേക്കുമായിട്ടുള്ള ഒളിച്ചോട്ടമാണ്. ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അത് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് കാര്യങ്ങൾ നീക്കുക. ഇന്ന് ഒരു ആത്മഹത്യ എന്നുള്ള ഒരു ചിന്തയുള്ള ഒരു നിമിഷം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമുക്ക് പലതും അച്ചീവ് ചെയ്യാൻ കഴിയും. പലതും നമ്മൾ പ്രശ്നമാണെന്ന് കരുതുന്നത് നാളെ ചിലപ്പം സോൾവ് ആവാം. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം.